നിങ്ങൾ എവിടെ വെച്ചെങ്കിലും ലൈഫിൽ പാസീവ് ടെൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടീച്ചർ ഒരു വൃത്തികെട്ട എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പൂച്ച കാറിനാൽ ഇടിക്കപ്പെട്ടു, അല്ലെങ്കിൽ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഇന്നൊന്നും പറയാൻ വേണ്ടിയല്ല ഈ പാസീവ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡെയിലി ലൈഫിൽ ആപ്ലിക്കബിൾ ആണ് പാസീവ് ടെൻസ്. അപ്പം എക്സാമ്പിൾ, പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെട്ടു. ആരാൽ അഡ്മിറ്റ് ആക്കപ്പെട്ടു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. വളരെ എളുപ്പമാണ് അങ്ങനെ പറയേണ്ടത്. അല്ലാതെ പറയുമ്പോൾ ഭയങ്കര പാടാണ്. ഡോക്ടേഴ്സ് അഡ്മിറ്റഡ് ദ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാൻ അത് പ്രാവർത്തികമല്ല. എക്സാമ്പിൾ അനദർ വൺ, നമ്മൾ ആമസോണിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അത് ഡെലിവർ ആക്കപ്പെടുമ്പോൾ നമുക്ക് മെസ്സേജ് യുവർ പ്രോഡക്റ്റ് ഈസ് ഡെലിവർ. ആര് കൊണ്ട് ഡെലിവർ ചെയ്തു എന്നൊന്നും പറയുന്നില്ല, പ്രോഡക്റ്റ് ഡെലിവർ ആക്കപ്പെട്ടു. അതായത് പാസീവ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിനോട് നമ്മൾ ആരെ പറ്റി പറയുന്നു അതിനോട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് പാസീവ് ടെൻസ്. അപ്പൊ ഈ ആക്റ്റീവും പാസീവും എന്ന് പറയുമ്പോൾ നമ്മുടെ വലത്ത് കൈയും ഇടത്ത് കൈയും പോലെയാണ്. അപ്പം നമുക്ക് വലത്ത് കൈ ഉണ്ടെങ്കിൽ മാത്രമെങ്കിലും വലത്ത് കൈ വെച്ച് മാത്രം ജീവിക്കാം. പക്ഷെങ്കിൽ 2 കൈയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ജീവിക്കാം. അതുപോലെ തന്നെ ഈ പാസീവും ആക്റ്റീവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് പ്രൊഫഷണലായിട്ടും ഫോർമലായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.